എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഇന്ന് പ്രതിവാക്യമായി വായിച്ച 19-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രകൃതി എന്ന വരദാനത്തെ മനുഷ്യനും അവരുടെ ജീവിതക്രമങ്ങൾക്കുമായി ഒരുക്കി നൽകിയ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് പരിസ്ഥിതി ന്യായരായി ഞങ്ങളെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് ഉണർന്നു പ്രകൃതിക്ക് അനുയോജ്യമായ ഒരു ജീവിതം നയിച്ച് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ച് ദൈവസന്നിധിയിൽ അങ്ങേ ആരാധിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ആവശ്യമായ ആത്മീയ പരിപോഷണത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്നതുമായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രഭാത വന്ദനം ഞാൻ ചൊല്ലുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പരിസ്ഥിതി ന്യായരായിട്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന വിഷയം സൃഷ്ടി ദൈവത്തിന്റെ മഹത്വം ഘോഷിക്കുന്നു എന്നുള്ളതാണ്. സൃഷ്ടി ദൈവത്തിന്റെ മഹത്വം ഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യ സഭ ഇന്ന് പരിസ്ഥിതി ന്യായരായി ദൈവത്തെ ആരാധിക്കുവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് ലോകമാകമാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനം, പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യം, തീര ശോഷണം, വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾ, പ്രളയ ദുരന്തങ്ങൾ, വരൾച്ചകൾ, അന്തരീക്ഷ മലിനീകരണം, ഇവയുടെ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ഒരു പരിസ്ഥിതി ന്യായരായി ദൈവത്തെ ആരാധിക്കുവാനായി ദൈവ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ സംരക്ഷണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓരോ വർഷം കഴിയുമ്പോൾ പരിസ്ഥിതിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നതായ ആഘാതങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പ്രപഞ്ചത്തെ അത് സാരമായി ബാധിക്കുകയും ഏറ്റവും കൂടുതൽ അത് സ്വാധീനിക്കുന്നത് മനുഷ്യ ജീവിതത്തെ തന്നെയാണ് എന്ന് ഇന്ന് ലോക സംഭവങ്ങളിലൂടെയും നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെയും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ ഘോഷിക്കുന്നു എന്ന ചിന്തയിലേക്ക് നാം പ്രവേശിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആവശ്യമായതെല്ലാം സർവശക്തനായ ദൈവം ഈ പ്രകൃതിയിൽ ഒരുക്കി വെച്ചു. എന്നാൽ മനുഷ്യൻ അതൊന്നും കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. തൃപ്തിയില്ലാത്ത മനുഷ്യൻ ആധുനിക ലോകത്തിന്റെ ഉൽപ്പന്നമാണ്. ഇന്ന് മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നാം ഒന്ന് പരിശോധിച്ചാലും ഈ തൃപ്തിയില്ലായ്മ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. കുടുംബ ജീവിതങ്ങളിലായിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് തൃപ്തിയില്ല.
ഇതല്ല ഞാൻ ആഗ്രഹിച്ചത് എന്നാകുന്നു പലരും പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി എത്ര ഉന്നതി പ്രാപിച്ചാലും അതിലും ഒരു തൃപ്തിയില്ലാതെ അതിന് മുന്നിലോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവർ, സാമ്പത്തികമായി എത്ര വളർച്ച നേടിയാലും അതിലും ഒരു തൃപ്തിയില്ലാതെ അതിലും അപ്പുറം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നവർ, ഇങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ആയിരിക്കുന്നവർക്കും ഇന്ന് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പ്രതിഭാസമാണ് ഈ തൃപ്തിയില്ലായ്മ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് മനുഷ്യ ജീവിതത്തെ ഇന്ന് മൂല്യച്യുതിയിലേക്ക് നയിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സകലതും ദൈവം മുന്നൊരുക്കിയതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ പ്രകൃതിയിൽ നാം ഒന്ന് നോക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഒരുക്കി വെച്ചു. എന്നാൽ മനുഷ്യൻ ഇതൊന്നും കൊണ്ട് തൃപ്തിപ്പെടുവാൻ തയ്യാറല്ല. പ്രകൃതിയിൽ മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അതിമനോഹരവും സമൃദ്ധമായ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ ഇന്ന് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഒരു മഹാദുരന്തത്തിലേക്കാണ് എന്ന് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശരിയായി പരിഹരിക്കപ്പെടുമ്പോഴാണ് ദൈവ സൃഷ്ടിയുടെ മഹത്വത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അത് എത്രയും മഹത്വകരമായ ഒരു അനുഭവമാണ് എന്ന് പ്രകൃതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ സ്വാർത്ഥതയുടെ അനുഭവങ്ങളിലാണ് വരയ്ക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മ കാണുവാൻ നാം ആരും അത്ര കണ്ട് ആഗ്രഹിക്കുന്നില്ല. സ്വന്തം നന്മകളും സ്വാർത്ഥ ചിന്തകളും ലക്ഷ്യം വെച്ചുകൊണ്ട് മനുഷ്യന്റെ മുമ്പോട്ടുള്ള ഈ ജീവിതയാത്ര പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുന്ന ഈ അവസരത്തിലാണ് ഇപ്പോൾ പ്രപഞ്ചം ദൈവത്തിന്റെ മഹത്വത്തെയാണ് ഉദ്ഘോഷിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ ചിന്ത, പ്രകൃതി സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നാം ഇന്ന് പ്രതിപാദ്യമായി വായിച്ച സങ്കീർത്തനം അത് പ്രകൃതി ഗായകനായ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിന്റെ ഒന്നാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണ് ദാവീദ്. തന്റെ ചെറുപ്പകാലങ്ങളിൽ വനാന്തരങ്ങളിൽ ആളുകളെ മേച്ചുകൊണ്ടും തുടർന്ന് ഇസ്രായേലിന്റെ ഒരു പടയാളിയായി വീണ്ടും ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ പ്രകൃതിയുമായി വളരെ യോജിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ആ ദാവീദ് പ്രകൃതിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ആകാശത്തിലേക്ക് ഒന്ന് നോക്കുക. എത്ര മനോഹരമായ ദൈവത്തിന്റെ സൃഷ്ടി നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. പകലും രാത്രിയും, സൂര്യനും അതിന്റെ ഉദയവും അയനവും അതിന്റെ അസ്തമയവും. സൂര്യന്റെ ഉദയത്തെ ദാവീദ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യമെന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ വർണ്ണിക്കുവാൻ ഇന്ന് മനുഷ്യന് വാക്കുകളില്ല. എന്നാൽ പ്രകൃതിയിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു മനസ്സ് നാം ഒന്ന് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയിലേക്ക് നോക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. പ്രിയമുള്ളവരെ, ദൈവം എത്ര മഹത്വവാനാണ്! ദൈവം പ്രകൃതിയെ എത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു! അത് കുന്നുകളും താഴ്വരകളും അരുവികളും സമുദ്രവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സകല ജീവജാലങ്ങളും
ദൈവം സൃഷ്ടിച്ച് വളരെ ഭംഗിയായി ക്രമീകരിച്ചിരിക്കുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാക്കാത്ത മനുഷ്യൻ അതിനെ വികലമാക്കുന്ന ജീവിത അനുഭവങ്ങളിലൂടെ ഇത് പ്രകൃതിയുടെ മുമ്പിൽ വലിയ ചോദ്യം ഉയർത്തി നിൽക്കുകയാണ്. ഇപ്പോൾ മനുഷ്യന്റെ പ്രകൃതിയിന്മേലുള്ള ഈ കടന്നുകയറ്റം സൃഷ്ടിതാവായ ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും വികലമാക്കുന്ന അനുഭവങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ഇത് പലപ്പോഴും പരിസ്ഥിതിക്ക് ഏറ്റിരിക്കുന്ന ആഘാതങ്ങൾ, ദൈവത്തിന്റെ മഹത്വത്തിന് ഏറ്റിരിക്കുന്ന മങ്ങലുകൾ ഇന്ന് നമുക്ക് നമ്മുടെ ദേശത്തും ലോകത്തിലെല്ലാം നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയുന്ന അനുഭവങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ പ്രകൃതി ദൈവത്തിന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുന്നത്. ആ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടി പദ്ധതിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് വിള്ളലേൽക്കുവാൻ അനുവദിച്ചുകൂടാ എന്നുള്ള ഒരു തീരുമാനമെടുക്കേണ്ടത് ദൈവമക്കളായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും കടമയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് പ്രകൃതിയെ ദുരന്തത്തിലേക്ക് നയിക്കുന്നത്. പ്രപഞ്ച ശക്തികൾ ഇന്ന് ഇളകിയിരിക്കുന്നു. കാരണം മനുഷ്യന്റെ അത്യാർത്ഥിയും പ്രകൃതിയിന്മേലുള്ള കടന്നുകയറ്റവും ദൈവം വളരെ മഹത്വകരമായി സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിന് ഇന്ന് മങ്ങലേറ്റിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളിൽ ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനായുള്ള ഒരു ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതെ ദൈവത്തിന്റെ മഹത്വത്തെയാണ് ഈ പ്രപഞ്ചത്തിലൂടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്ന ചിന്ത, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ പ്രകൃതി അഥവാ പ്രപഞ്ചം എന്നുള്ളത്. മനുഷ്യന്റെ അത് സന്തോഷകരമായ ജീവിത അനുഭവങ്ങൾക്ക് വേണ്ടി ദൈവം മുന്നൊരുക്കിയതാണ് ഈ പ്രപഞ്ചം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഭൂമിയിൽ വിവിധ തരം സസ്യങ്ങളെയും ജീവജന്തുക്കളെയും സമുദ്രത്തിൽ വിവിധ തരം സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ജീവജാലങ്ങളെയും ആകാശത്തിൽ പർവ്വജാതികളെയും ദൈവം സൃഷ്ടിച്ചു. അതെ, ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനെ ദൈവത്തിന്റെ സ്വന്തം കൈകൊണ്ട് ഈ ഭൂമിയിലെ മണ്ണ് കൊണ്ട് മെനഞ്ഞ് ദൈവത്തിന്റെ സ്വന്തം ജീവശ്വാസമാണ് നൽകിയത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പരിപൂർണതയുടെ അനുഭവത്തിലാണ്. ഒന്നും കുറഞ്ഞു പോകരുത്. എല്ലാം ദൈവത്തിന്റെ വാക്കിനാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഉണ്ടാകട്ടെ എന്ന ദൈവത്തിന്റെ വാക്കിനാൽ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും കൊണ്ട് ദൈവം നിറച്ചുവെങ്കിലും സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനെ ദൈവം ഒരു പടി കൂടെ മുമ്പിലോട്ട് പ്രവേശിച്ചാണ് സൃഷ്ടിക്കുന്നത്. കാരണം മനുഷ്യന് ഒന്നിനും ഒരു കുറവ് വരുവാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിച്ചു. തന്റെ വാക്കുകൊണ്ട് മാത്രമല്ല, തന്റെ കൈ കൊണ്ടും തന്റെ ജീവശ്വാസം നൽകിയും തന്റെ തേജസ്സിനാൽ നിറയപ്പെട്ട ഒരു അനുഭവമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കാണുകയും ആ മനുഷ്യന് തക്കതായ തുണയെയും ദൈവം നൽകി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം, ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തെ മുന്നൊരുക്കിയത് ദൈവ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് വേണ്ടിയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാം ഇന്ന് പാഠമായി വായിച്ച സദൃശവാക്യം വായിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിൽ 22 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങളിൽ ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം പ്രകൃതിയെയും അതിന്റെ സകല സൃഷ്ടികളെയും മുന്നൊരുക്കുന്നതായി ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സകല സൃഷ്ടികളും സാക്ഷ്യം വഹിക്കുന്നത്
ദൈവത്തിന്റെ സൃഷ്ടി പദ്ധതിയുടെ മഹത്വപൂർണമായ അനുഭവമാണ്. ഈ ദൈവത്തിന്റെ സൃഷ്ടി പദ്ധതിയിൽ സാക്ഷ്യം വഹിക്കുവാനും ഈ സൃഷ്ടി പദ്ധതിയിൽ അതിനൊരു ആവിഷ്കാരം നൽകുവാനുമാണ് ദൈവം മനുഷ്യനെ നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയോട് മാന്യമായ ഒരു പ്രതികരണം ഈ നാളുകളിൽ മനുഷ്യ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കുറ്റം നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം മനുഷ്യന് വേണ്ടി മുന്നൊരുക്കിയതായ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ഇതെല്ലാം മനുഷ്യന്റെ ജീവിത അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഈ മനുഷ്യന് ഇന്ന് പ്രപഞ്ചത്തോടുള്ള മനോഭാവം, ഇന്ന് പ്രപഞ്ചത്തിന് വരുത്തി വച്ചിരിക്കുന്നതായ മൂല്യച്യുതികൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചത്തോടുള്ള മനോഭാവത്തിന് ഒരു മാറ്റം വരേണ്ടതായുണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നാം ഇന്ന് പരിസ്ഥിതി ഞായറായി ആചരിക്കപ്പെടുന്നത്. ഇപ്പോൾ മനുഷ്യന് ഈ പ്രപഞ്ചത്തോടുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുന്ന മനുഷ്യൻ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനായിട്ട് കഴിയണം. ഇത് പലപ്പോഴും മനുഷ്യന് ദൈവത്തെ കാണുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ എന്റെ ശാസ്ത്രവും എന്ന മനോഭാവത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഞാനെന്ന സ്വാർത്ഥ ചിന്തയാണ് ഈ പ്രകൃതിയിന്മേലുള്ള കടന്നുകയറ്റത്തിനെല്ലാം കാരണം. അങ്ങനെ പ്രകൃതി നാശോന്മുഖമായിരിക്കുന്നു, പ്രകൃതി ശക്തികൾ ഇളകിയിരിക്കുന്നു, മനുഷ്യ ജീവിതത്തിന് ഏതൊരു വിലയില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇത് പലപ്പോഴും മനുഷ്യ കേന്ദ്രീകൃതമായ പ്രവർത്തന ശൈലികളിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവശാസ്ത്ര ചിന്തകൾ അനുസരിച്ച് മനുഷ്യ കേന്ദ്രീകൃതമായ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഒരു പ്രകൃതി കേന്ദ്രീകൃതമായ ജീവിത അനുഭവങ്ങളിലേക്ക് തന്റെ ജീവിതം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മനുഷ്യന്റെ മാത്രം രക്ഷയല്ല വിഭാവനം ചെയ്യുന്നത്, പിന്നെയോ പ്രകൃതിയുടെ രക്ഷയാണ് വിഭാവനം ചെയ്യുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചം സകലവും സൃഷ്ടിച്ച ദൈവം എല്ലാം നല്ലതായി കണ്ടു. അതിൽ വാഴുവാൻ മനുഷ്യനെയുമാക്കി. ഈ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ പ്രകൃതിയിന്മേലുള്ള കടന്നുകയറ്റമായപ്പോൾ പ്രകൃതി ക്ഷോഭിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു ചിന്തകൾക്കും അപ്പുറം പ്രകൃതി കേന്ദ്രീകൃതമായ ഒരു ജീവിതാനുഭവത്തിലേക്ക്, അഥവാ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാനും ദൈവം സൃഷ്ടിച്ചതായ ഈ പ്രപഞ്ചത്തിന് ഏതൊരു കേടും കൂടാതെ കാത്തു സൂക്ഷിക്കുവാനും വരും തലമുറയ്ക്ക് അതിനെ കരുതി വെക്കുവാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ വരും തലമുറയെ ഇതേ പരിപാലനയോടും ദൈവത്തിന്റെ മഹത്വത്തെയും പരമേൽപ്പിക്കുക എന്നുള്ളതായ ഒരു കർത്തവ്യവും ദൈവം നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. ഇവിടെ മനുഷ്യന്റെ സുഖലോലുപത, മനുഷ്യന്റെ ആഡംബര ജീവിതം, എന്ത് വാങ്ങിക്കൂട്ടിയാലും തൃപ്തി വരാത്ത ജീവിതാനുഭവങ്ങൾ ഇന്ന് പ്രപഞ്ചത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലൊക്കെ നാം നോക്കണം, എന്തുമാത്രം മലിനീകരണത്തിന്റെ അനുഭവങ്ങൾ, ഉപഭോഗ വസ്തുക്കൾ വാങ്ങിക്കൂട്ടി വലിച്ചെറിയുന്ന ജീവിത അനുഭവങ്ങളിലാണ് നാം എത്തി നിൽക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ എന്തെല്ലാം വാങ്ങിക്കൂട്ടിയാലും ഒരു തൃപ്തിയുമില്ല. എത്ര തന്നെ അനുഭവിച്ചാലും ഇനിയും വാങ്ങണം. ഇത് വാങ്ങിക്കൂട്ടി വെക്കുവാനുള്ള സ്ഥലം പരിമിതമെങ്കിലും വീണ്ടും വീണ്ടും വാങ്ങുകയും മലിനീകരണത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ പ്രകൃതിയെയും കണ്ടുപിടുന്നതായ മനുഷ്യ ജീവിതം. ഇവിടെയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്നും ഒരു പ്രകൃതി കേന്ദ്രീകൃതമായ ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മുടെ വളർച്ച ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, പ്രകൃതി ദൈവപുത്രനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നാം ഓരോരുത്തരും നിലവിളിക്കുകയാണ്, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. ഒരു മഴ വരുമ്പോൾ, പ്രളയങ്ങൾ കടന്നു വരുമ്പോൾ, വരൾച്ച കൂടുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ കടന്നു വരുമ്പോഴെല്ലാം ഇന്ന് ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ നിലവിളിക്കുക,
നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. ഇന്ന് നാം പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവുകളിൽ ഒരു ദിവസം തന്റെ ശിഷ്യന്മാരുമായി പടകിൽ കയറി തടാകത്തിന്റെ അക്കരയ്ക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. യേശു അവരോട് പറഞ്ഞു, നാം തടാകത്തിൽ ഈ പടകിൽ കയറി അക്കരയ്ക്ക് പോകാം. അങ്ങനെ യേശുവും ശിഷ്യരും ആ തടാകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഒരു വിനോദയാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അന്നത്തെ തന്റെ പ്രവർത്തനങ്ങൾ, സുവിശേഷ വേലകളൊക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച് അതിന്റെ വിലയിരുത്തലുകളും ചർച്ചകളുമായിട്ട് യേശുവിന്റെ ശിഷ്യഗണങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്നു. യേശു ആ പടകിൽ ഇങ്ങനെ തലവച്ച് ഉറങ്ങുകയാണ്. ഈ വളരെ സന്തോഷകരമായ ഒരു അനുഭവം, പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ഇന്ന് ലോക മാനവ ജനതയുടെ യാത്രയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്ന് അത് വിനോദയാത്രകളുടെ കാലഘട്ടമാണ്. എല്ലാവരും തങ്ങൾ ആർജിച്ചതും സമ്പാദിക്കുന്നതും എല്ലാം ഒരുക്കി വെച്ച് വിനോദയാത്രകൾക്ക്, ടൂറിസത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ യേശുവും ശിഷ്യന്മാരും വളരെ സന്തോഷത്തോടുകൂടെ ഈ ഗലീല തടാകത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് പ്രകൃതിക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഒരു ചുഴലിക്കാറ്റ് ഇങ്ങനെ ആഞ്ഞു വീശുന്നു. ഈ പടക് ഇങ്ങനെ മുങ്ങുവാൻ പോകുന്ന സാഹചര്യങ്ങൾ, പടകിനകത്തേക്ക് ജലം അടിച്ചു കയറുന്നുണ്ട്. അത് ഇവിടെ ഈ പടകിലുണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രാണഭയത്തിലായി എന്നുള്ളതാണ്. നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് എഴുതിയിരിക്കുന്ന അതേ വാക്യം, പ്രാണഭയത്തിലായി. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ലോക ജനതയും പ്രാണഭയത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ യേശുവിനെ സമീപിക്കുകയാണ്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യമുണ്ട്. ഇവിടെ പ്രകൃതിക്ക് മാറ്റം സംഭവിച്ചപ്പോൾ, ജനം പ്രാണഭയത്തിലായപ്പോൾ, ഏറെ പ്രകൃതിയുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിലവിളിക്കുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു. പ്രകൃതിയിന്മേൽ അധികാരമുള്ള ദൈവം കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതേ പ്രകൃതി അവിടെ അമർന്നു, വളരെ ശാന്തത ഉണ്ടായി എന്നാണ്. ഇന്നത്തെ ഈ പ്രകൃതിയുടെ മനുഷ്യ ജീവിതം പ്രാണഭയത്തോടുകൂടെയുള്ള ഒരു ജീവിതമാണ്. അത് എവിടെ താമസിച്ചാലും, തീരപ്രദേശങ്ങളിലായാലും, വനാന്തരങ്ങളിലായാലും, അതുപോലെ തന്നെ നഗരമധ്യത്തിലായാലും, കഴിഞ്ഞ നാളുകളിൽ ഒന്ന് രണ്ട് മഴ പെയ്തപ്പോൾ നമ്മുടെ പട്ടണങ്ങളുടെ ജീവിതങ്ങളൊക്കെ നാം കണ്ടവരാണ്. എല്ലാവരും പ്രാണഭയത്തോടുകൂടെ പ്രകൃതി ശക്തികളെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇവിടെ മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി എന്ത്? ഈ പ്രകൃതിയെ സൃഷ്ടിച്ചവൻ, പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ, ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ജനം ഇന്ന് മടങ്ങി വരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ക്രിസ്തുവിന്റെ ശിഷ്യർ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് നിലവിളിക്കുമ്പോൾ, ആ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന കർത്താവായ യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വളരെ ശാന്തത ഉണ്ടായി, പ്രകൃതി ശക്തികൾ അമർന്നു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ പ്രകൃതി ശക്തികൾ വളരെ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. അതെ, വളരെ ഭയാനകമായ ജീവിത അനുഭവങ്ങൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നു. ഏതൊരു മനുഷ്യന്റെ ജീവനും ഏതൊരു വിലയുമില്ല. അടുത്ത നിമിഷം എന്തും സംഭവിക്കാമെന്ന ഒരു അനുഭവത്തിൽ പ്രകൃതി ശക്തികൾ താണ്ഡവമാടുമ്പോൾ, സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിന്മേൽ അധികാരമുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇന്ന് ദൈവത്തെ അന്വേഷിക്കുവാൻ മനുഷ്യന് സമയമില്ല. പ്രിയമുള്ളവരെ, വളരെ വേദനയോടുകൂടെ നാം നോക്കിക്കാണേണ്ടതായ ഒരു അനുഭവമാണ്. അതേ പ്രകൃതി ശക്തികൾ അതേ വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. മനുഷ്യൻ പ്രാണഭയത്തിലാണെന്ന് ജീവിക്കുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നാം നോക്കിയാലും ഈ പ്രാണഭയം നിഴലിച്ചു നിൽക്കുന്നു. സുരക്ഷിതമില്ലായ്മ, അതേ രാഷ്ട്രത്തിൽ സുരക്ഷിതത്വമില്ല, ഭവനങ്ങളിൽ സുരക്ഷിതത്വം
സമൂഹത്തിൽ സുരക്ഷിതത്വമില്ല, പ്രകൃതിയിൽ സുരക്ഷിതത്വമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രാണഭയത്തോടുകൂടെയാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിലും ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതയാത്രയിലാണ് ഇന്ന് മനുഷ്യൻ തങ്ങളുടെ ജീവിതം മുമ്പോട്ട് നയിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. എത്ര തന്നെ അനുഭവിച്ചാലും, പ്രിയമുള്ളവരെ, എത്ര തന്നെ പ്രാണഭയം നേരിട്ടാലും ഒന്നും മനസ്സിലാക്കാത്തവനെ പോലെ, അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ മനുഷ്യൻ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഈ പ്രകൃതിയിന്മേൽ അധികാരമുള്ള ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ തീർച്ചയായും വളരെ ശാന്തതയുണ്ടാകുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. ഇന്ന് സകല പ്രതിസന്ധികളും മാറണമെങ്കിൽ പ്രപഞ്ച ശക്തികളെ സൃഷ്ടിച്ചവനാകുന്ന അധികാരമുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മനുഷ്യൻ കടന്നു വന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, അതായത് ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ഈ പ്രകൃതി ശക്തികൾക്ക് ഒരു ശാന്തത ഉണ്ടാകും എന്ന കാര്യം മറന്നു പോകരുത്. മനുഷ്യന്റെ പ്രകൃതിയിന്മേലുള്ള കടന്നുകയറ്റവും അതിക്രമവും നിമിത്തം പ്രകൃതി ശക്തികൾ ക്ഷോഭിച്ചിരിക്കുന്നു. പ്രളയം, വരൾച്ച, കൊടുങ്കാറ്റ് തുടങ്ങിയവ വർദ്ധിച്ചു വരുന്നു. ഇവിടെ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ദൈവത്തോട് നാം വിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും പ്രകൃതി ശക്തികൾ അമരും, വളരെ ശാന്തത ഉണ്ടാകും. നാലാമത്തെ ചിന്ത, പ്രകൃതി നവീകരിക്കുന്ന ദൈവം. പ്രിയമുള്ളവരെ, പ്രകൃതിയെ നവീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് വെളിപാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിലൂടെ യോഹന്നാൻ നമ്മെ നയിക്കുന്നത് പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയും എന്ന ഒരു പുതിയ അനുഭവത്തിലേക്കാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുമ്പോൾ ഇവിടെ പ്രപഞ്ചത്തിന്റെ നവീകരണത്തെയാണ് കുറിക്കുന്നത്. ഇന്ന് പ്രപഞ്ചം എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു നവീകരണ അനുഭവത്തിലേക്കാണ് യോഹന്നാൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇവിടെ പുതിയ ഭൂമിയും പുതിയ ആകാശവും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിലവിലുള്ള ഭൂമിയെയും നിലവിലുള്ള ആകാശത്തെയും മാറ്റി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും എന്നല്ല, നിലവിലുള്ള സൃഷ്ടിയെ വീണ്ടെടുപ്പിലൂടെ നവീകരിക്കുകയും അതിനെ പുതുക്കപ്പെടുന്നതായ ഒരു അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇന്ന് നാം ആയിരിക്കുന്ന ഈ ആകാശവും ഭൂമിയും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മലീമസമായിരിക്കുന്നു. പ്രകൃതി ശക്തികൾ മനുഷ്യന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു നവീകരണത്തിന്റെ ആവശ്യം ഇവിടെ യോഹന്നാൻ ദർശിക്കുകയാണ്. ഈ ദർശനം യോഹന്നാൻ നൽകുന്നത് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ്. അതായത് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം. അത് പ്രകൃതിയിന്മേലുള്ള ഇവിടെ ദൈവത്തിന്റെ ഇടപെടലുകളാണ് നവീകരണം സാധ്യമാകുന്നത്. ഇപ്പോൾ പ്രകൃതിയിന്മേലുള്ള ദൈവത്തിന്റെ മഹത്വം മനുഷ്യൻ ദർശിക്കുമ്പോൾ പ്രകൃതിയോടുള്ളതായ മനുഷ്യന്റെ മനോഭാവം മാറ്റപ്പെടും. ഇന്ന് പ്രകൃതിയെ മലീമസമാക്കുന്ന പ്രവൃത്തികളിലൂടെ സ്വാർത്ഥരായി വളരുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുമ്പോൾ പ്രപഞ്ച ശക്തികൾ ഇളകി മനുഷ്യന്റെ ജീവിതം ചോദ്യചിഹ്നമായിരിക്കുന്നു. ഇവിടെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം എപ്പോഴെല്ലാം അപജയം സംഭവിക്കുന്നുവോ അവിടെയെല്ലാം ഒരു നവീകരണത്തിന്റെ ആവശ്യം ഉണ്ടാകും. ഈ കാലഘട്ടങ്ങളിൽ പ്രപഞ്ചവും സൃഷ്ടിതാവായ ദൈവവുമായുള്ളതായ ബന്ധത്തിന് അപജയം സംഭവിച്ചിരിക്കുകയാണ്. ഈ അപജയത്തിന് കാരണം സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനാണ്. ഈ അപജയത്തിൽ നിന്നും ഒരു നവീകരണത്തിലേക്ക്, ഒരു പുതുക്കത്തിന്റെ അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ആ ഒരു ചിന്ത. ഇവിടെയാണ് പുതുക്കം അഥവാ നവീകരണം നമുക്ക് ആവശ്യമായിരിക്കുന്നത്.
ഇന്ന് നാം പോയിക്കൊണ്ടിരിക്കുന്ന ഈ അനുഭവത്തിലൂടെ ഈ പ്രകൃതിയിൽ നാം ജീവിക്കുന്നുവെങ്കിൽ പണ്ട് പാട്ടുകാരൻ പാടിയ അതേ ചോദ്യം, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിതം സാധ്യമോ? ഇതിനേറെ പറയുന്നു, നമ്മുടെ വരുന്ന ഈ തലമുറയ്ക്ക് തന്നെ ഈ ഭൂമിയിലെ ജീവിതം ചോദ്യചിഹ്നമായിരിക്കുകയാണ്. അതിന് കാരണം മറ്റാരുമല്ല, ഞാനും നിങ്ങളും തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആകാശവും ഭൂമിക്കും ഒരു നവീകരണം, ഒരു പുതുക്കം ആവശ്യമായിരിക്കുന്നു. അതിനെ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. ഈ പ്രപഞ്ചം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്. ആ ദൈവത്തെ മറന്നുകൊണ്ട് ഈ പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രകൃതി ശക്തികൾ മനുഷ്യന് നേരെ തിരിയുന്നത്. ഒരു ജലപ്രളയത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. 2 ദിവസം സൂര്യന് ശക്തിയോടെ ഉദിച്ചാൽ മനുഷ്യൻ ഇവിടെ ഉരുകുന്നു. അത് പലപ്പോഴും മനുഷ്യ ജീവിതങ്ങൾ വളരെ ഭയാനകമായ അനുഭവങ്ങളിൽ പ്രാണഭയത്തോടുകൂടി ആയിരിക്കുകയാണ്. ഈ പ്രാണഭയത്തോടുകൂടെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ പിതാവായ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ വളരെ ശാന്തമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ശാന്തമായ ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ പുതുക്കപ്പെട്ട, നവീകരിക്കപ്പെട്ട ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി ദൈവ സൃഷ്ടിയുടെ മഹത്വം ദർശിച്ചുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിപരമായ അനുഭവങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് സ്വാർത്ഥതകളും ആഡംബരങ്ങൾക്കും അല്പമൊന്ന് വിരാമം കുറിച്ചുകൊണ്ട് ഈ പ്രപഞ്ചം ദൈവത്തിന്റെ മഹത്വത്തെയാണ് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ മുമ്പിൽ കടന്നു വന്ന് നാഥ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുന്നുവെങ്കിൽ പ്രപഞ്ചം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ആ ഒരു പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയും പ്രകൃതി ശക്തികൾ അമർന്ന് ശാന്തതയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.